അങ്ങനെ വിക്രം വേദയിൽ നിന്നും എല്ലാ സത്യവും അറിയുന്നു. ശ്രീകാന്താണ് എല്ലാത്തിനും കാരണമെന്ന് മനസ്സിലാക്കിയ വിക്രം ശ്രീകാന്തിനോടുള്ള ദേഷ്യം അടക്കാനാകാതെ ഡോറ് തുറന്ന് പോകാൻ നിൽക്കുമ്പോൾ വേദ വിക്രത്തെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. വിക്രം, ഞാൻ പറയുന്ന കേൾക്ക്. ഇനി ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? അവനെ ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കുക വിക്രം. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കൂ. ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട. നീ അങ്ങോട്ട് മാറി നിൽക്ക് വേദേ. വിക്രത്തിൻ്റെ ദേഷ്യം വേദ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും അടങ്ങുന്നുണ്ടാകില്ല. അങ്ങനെ വേദയ്ക്ക് വിക്രത്തെ എങ്ങനെയെങ്കിലും ശാന്തനാക്കിയേ മതിയാകൂ എന്ന ചിന്ത മാത്രമായിരിക്കും ആ സമയം ഉണ്ടാവുക. അങ്ങനെ വിഷയം മാറ്റാൻ വേണ്ടി വേദ വിക്രത്തിൻ്റെ കവിളിൽ ഒരു കിസ് കൊടുത്തിട്ട് പറയും, വിക്രം പ്ലീസ്, എനിക്ക് വിക്രം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ പ്രാണനാണ് വിക്രം. എനിക്ക് ഇനിയുള്ള കാലം വിക്രത്തിൻ്റെ ഭാര്യയായി ജീവിക്കണം. അതിന് മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളെയും ആദ്യം നീക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് ചെന്ന് ശ്രീയേട്ടന് പിടികൊടുക്കുകയല്ല വേണ്ടത് വിക്രം. ദേഷ്യം കാണിച്ചിട്ടും രണ്ട് തല്ല് തല്ലിയിട്ടും യാതൊരു കാര്യമില്ല. ശ്രീയേട്ടനെ തല്ലിയിട്ട് ശ്രീയേട്ടൻ്റെ അടുത്ത് ചെന്ന് സ്വയം പിടികൊടുക്കണോ വിക്രത്തിന്? അതോ ഇനിയൊരു ഇതിന് സൊല്യൂഷൻ കണ്ടിട്ട് എൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണോ? വിക്രം തന്നെ ആലോചിച്ചിട്ട് പറ. ഇങ്ങനെ പറഞ്ഞ് വേദ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമരിലിങ്ങനെ ചാരി നിന്ന് പറയും, എനിക്ക് അത്ര ഇഷ്ടമാണ് വിക്രത്തെ. എനിക്ക് വേണം വിക്രത്തെ. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. വേദ കാര്യം വിക്രത്തിനെ ആ ഒരു വിഷയത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കിസ് കൊടുക്കുകയൊക്കെ ഇങ്ങനെ ചെയ്തെങ്കിലും ബാക്കി പറഞ്ഞതെല്ലാം വളരെ കറക്റ്റായിട്ടായിരുന്നു. കാരണം ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് ആ നിമിഷം വേദ. എന്നിട്ട് വേദ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേദ വിക്രത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം വേദയുടെ വാക്കുകളിൽ നിന്നും കേൾക്കുമ്പോൾ വിക്രത്തിൻ്റെ ദേഷ്യമൊക്കെ മാറി അവരുടെ കാര്യത്തിലേക്കാകും പിന്നെ ആ ഒരു മൈൻഡ് മാറുന്നത്. അപ്പോൾ വേദയുടെ ഈ ഒരു സ്നേഹം കാണുമ്പോൾ വിക്രം ശരിക്കും വല്ലാതെ സന്തോഷത്തിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്, സന്തോഷമാകുന്നുണ്ട്. ആ ഒരു എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് വിക്രം. അങ്ങനെ വിക്രം കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേദയുടെ മുഖം പിടിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയും, വേദേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ലടി. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. അത്രയ്ക്കും ഇഷ്ടമാണ് നിന്നെ. ഐ ലവ് യു വേദ. അങ്ങനെ വിക്രം അത് പറഞ്ഞുകൊണ്ട് വേദയെ കരഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്നു. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് അങ്ങനെ ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും മനസ്സുകൊണ്ട് ഉള്ളിലുള്ള സ്നേഹം പരസ്പരം രണ്ടുപേരും പറഞ്ഞുകൊണ്ട് പങ്കുവയ്ക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. കാരണം ഇതുവരെ നമ്മൾ കണ്ടതിനേക്കാളും ഇമോഷണൽ ആയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. അവർ രണ്ടുപേരും എല്ലാ ഇഷ്ടവും പറയുന്നുണ്ട്. ഇതുവരെയുള്ളതൊക്കെ പറയാതെ തന്നെ ഓരോരോ പ്രവൃത്തികളിലൂടെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അവർ സ്വന്തമായിട്ട് ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട്, വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ വേദ കണ്ണുകളെല്ലാം തുടച്ച് വിക്രത്തോട് പറയും, വിക്രം, ഞാൻ പോയി ഫ്രഷ് ആകട്ടെ. ഇനി ഓഫീസിൽ പോകണം. ഇനി വൈകിക്കാൻ പറ്റില്ല. മുൻകൂർ ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ ദർശനോടും ഇതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അല്ല, കുറച്ച് സമയം കഴിഞ്ഞ് പോയാൽ പോരെ? ആ, നല്ല കാര്യം. ഇങ്ങനെ ഈ റൂമിനകത്ത് തന്നെ ഇരുന്നാൽ മതിയോ വിക്രത്തിന്? ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയെങ്കിൽ ശരി, എന്നാൽ ഞാൻ പോകുന്നില്ല. അല്ല, ഇപ്പം അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിൽ. ചിരിയോടെയും നാണത്തോടെയൊക്കെ ആവും വിക്രം ഇങ്ങനെ പറയുന്നത് കേട്ടോ. എങ്ങനെ? അയ്യടാ, മുംബൈ കുളിക്കാൻ നോക്ക്, എനിക്ക് ലേറ്റ് ആകും. അങ്ങനെ വേദ പോകാൻ നിൽക്കുമ്പോൾ വേദയെ തടഞ്ഞു നിർത്തി വിക്രം ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ശേഷം വേദയുടെ കണ്ണുകളിൽ നോക്കി ഇങ്ങനെ നിൽക്കും വിക്രം. റൊമാൻറ്റിക് സോങ്ങൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകും. ശേഷം വിക്രം പറയും, എന്നോട് ഒന്നുകൂടെ പറയുമോ ഐ ലവ് യു എന്ന്? പോ വിക്രം, ഞാൻ പോട്ടെ. അല്ല പ്ലീസ് വേദയെ, ഒന്നുകൂടെ കേൾക്കാൻ കൊതിയായിട്ടാണ്. ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ വേദ കുറച്ച് സമയം വിക്രത്തിൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ അത് പറയുന്നൊക്കെ ഉണ്ട്. ഇത് കേൾക്കുന്ന വിക്രം വേദയെ കിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കും. അപ്പോഴേക്കും വേദ ഇങ്ങനെ ഓടി മാറും. ശേഷം തോർത്തെടുത്ത് വാഷ്റൂമിലേക്ക് ഓടും. എന്നിട്ട് പറയും, ഇപ്പം ഞാൻ പോവട്ടെ വിക്രം, ഇതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഇപ്പോൾ ഓഫീസിൽ പോകാൻ ഒരുപാട് ലേറ്റായി, അതുകൊണ്ടാണ് കേട്ടോ. വിക്രം അങ്ങനെ സങ്കടത്തിലിങ്ങനെ കട്ടിലിരിക്കും. അങ്ങനെ വേദ ഫ്രഷായി വരുമ്പോൾ വിക്രം തലയും താഴ്ത്തി ഇങ്ങനെ സങ്കടത്തിലിരിക്കുകയാകും. അപ്പോൾ വേദ വിക്രത്തിൻ്റെ കവിളിൽ ഒരു കിസ് കൊടുത്തിട്ട് പറയും,
നമുക്ക് ഇതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് സമാധാനത്തിൽ കുറേ സമയം കിട്ടും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കാര്യമൊന്നും ശരിയാവാതെ ഒരു സമാധാനമില്ല വിക്രം, അതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ വേദി ഇങ്ങനെ ആ ഒരു സംഭവം കൊടുക്കുന്ന സമയത്ത് വിക്രത്തിന് അപ്പോൾ തന്നെ ഒരു ചിരിയൊക്കെ പൊട്ടുന്നുണ്ട്, ആളൊന്ന് ഉഷാറൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അവർ സംസാരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ വേദ പറയും, ഞാൻ വേഗം കഴിക്കാൻ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരാം, ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി, ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ മോൻ സ്റ്റോർ റൂമിൽ ചെന്ന് ഇരുന്നോണം കേട്ടോ. അങ്ങനെ വേദ ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്നു. വിക്രത്തിനും വാരിക്കൊടുത്ത് വേദയും ഒരേ പ്ലേറ്റിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. വേദ റെഡിയാകുമ്പോഴൊക്കെ വിക്രം ഇങ്ങനെ കൂടെ നിന്ന് വേദയെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നൊക്കെയുണ്ട്. വേദ വെച്ച പൊട്ട് കറക്റ്റ് ആയിരിക്കില്ല, വിക്രം അതിങ്ങനെ കറക്റ്റാക്കി വേദയ്ക്ക് വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേദ വിക്രം പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയാൻ തുടങ്ങിയ ഒരു ദിവസമായിരുന്നു അത്. അത്രയും നാൾ അവർക്കിടയിൽ ചില മറകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇല്ലാതായ നിമിഷമായിരുന്നു. അങ്ങനെ വേദ വിക്രത്തോട് യാത്ര പറയാൻ നിൽക്കുന്ന നേരത്ത് വിക്രം പറയും, ആ ഡിവോഴ്സ് പേപ്പറിൽ അപ്പോൾ നിന്നെക്കൊണ്ട് നിർബന്ധിച്ചായിരുന്നോ ശ്രീകാന്ത് ഒപ്പിടിപ്പിച്ചത് അല്ലേ? അതെ വിക്രം, എന്താ സംശയം? അതങ്ങോട്ട് അയക്കുമ്പോൾ പോലും എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. അമ്മയെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴാണ് ഞാൻ ആ കാര്യം അറിഞ്ഞത് തന്നെ. അന്ന് അറിഞ്ഞ ആ ഒരു സമയം തന്നെ ഞാൻ അതേപ്പറ്റി ചോദിച്ച് ശ്രീയേട്ടനോട് വഴക്കിട്ടതായിരുന്നു. അന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ വായ അടപ്പിച്ചു. ഇനിയിപ്പോൾ അതൊക്കെ ആലോചിക്കുന്നത് എന്തിനാ വിക്രം? ഇപ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരം വിക്രത്തിന് കിട്ടിയില്ലേ, അതുപോരെ? അതെ വേദ, ഞാൻ ആഗ്രഹിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും കിട്ടി. ഇനിയുള്ള കാലം നിൻ്റെ കൂടെ നല്ല ഭർത്താവായി നല്ലവനായി കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ അച്ഛനും ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നെക്കുറിച്ച്, എനിക്കതെല്ലാം നിറവേറ്റി കൊടുക്കണം, അച്ഛനെയും സന്തോഷമാക്കണം. അതുപോലെ ഇപ്പോൾ അമ്മയും എന്നെപ്പറ്റി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, അതെല്ലാം മാറ്റി നല്ലൊരു ജീവിതം നമുക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതുമാത്രമല്ല വിക്രം കുറച്ച് ഇമോഷണലായിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് വേദ ഡിവോഴ്സ് നോട്ടീസ് അയച്ചപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിക്രം പറയുകയാണ്. അന്ന് നീ ആ ഒരു നോട്ടീസ് അയച്ച സമയത്ത് ഞാൻ ശരിക്കും ഇല്ലാണ്ടായിപ്പോയി വേദ. ശരിക്കും ഞാൻ അന്നാണ് എത്രത്തോളം നിന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. നീ പക്ഷേ നിൻ്റെ സൈന് കണ്ടപ്പോഴാണ് എനിക്ക് നീ തന്നെ ചെയ്തതാണ്, നിൻ്റെ അറിവിൽ ചെയ്തതാണ് എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു. നീ ഇല്ലാതെ ആ റൂമിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളും ആ ഒരു നിമിഷങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ഉള്ളിങ്ങനെ പെടയും. അത്രയ്ക്ക് ഞാൻ ഇതുവരെ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടില്ല. അത്രയ്ക്കും വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയായിരുന്നു ഞാൻ അന്ന് കടന്നു പോയിരുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുന്നൊക്കെ ഉണ്ട്, ഇമോഷണലാവും. അപ്പോൾ വേദയാണെങ്കിലും വിക്രത്തിനെ സമാധാനിപ്പിച്ചിട്ട് പറയും, എല്ലാം ശരിയാകും വിക്രം, ഞാനല്ലേ പറയുന്നത്, ഈ വേദ പറയുന്ന വാക്കാണ്, വിശ്വസിക്കണം വിക്രം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മോൻ പോയി സ്റ്റോർ റൂമിൽ ഇരുന്നാട്ടെ, ഞാനപ്പോൾ പോവുകയാണ് കേട്ടോ. ഹോ, ആ സ്റ്റോർ റൂമിൽ ഇരിക്കുന്നതാ ഓർക്കാൻ വയ്യാത്തെ. വേറെ വഴിയില്ലല്ലോ വിക്രം, ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ ദീപ്തി കൂടെയുണ്ട് ഈ വീട്ടിൽ, അതാണ് മറ്റൊരാശ്വാസം. പക്ഷേ അവൾക്ക് ഇപ്പോഴും അത് ഒന്നും വിശ്വസിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവൾക്ക് യാഥാർത്ഥ്യമായിട്ട് എന്താണ് സത്യം എന്ന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആ പുളിക്കലിനെ ആദ്യം കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ എല്ലാ സത്യവും പുറത്തു വരുള്ളൂ. എന്നിട്ട് വരുണിൻ്റെ യഥാർത്ഥ കൊലയാളിയെ അവൾക്ക് കാണിച്ചു കൊടുക്കണം. ഇപ്പോഴും അവൾ നമ്മൾ പറയുന്നതൊന്നും പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. ആ ഒരു വിശ്വാസം തിരിച്ചെടുക്കണമെങ്കിൽ ഇതൊക്കെ തന്നെ മാർഗമുള്ളൂ. ഈ സമയം വിക്രം പറയും, ദീപ്തിയുടെ തെറ്റിദ്ധാരണ വേഗം മാറിയാൽ മതിയായിരുന്നു. അതിനുവേണ്ടിയല്ലേ ഞാൻ നടക്കുന്നത് വിക്രം, എങ്കിൽ ഞാൻ പോയിട്ട് വരാം, എന്നാൽ ശരി എന്ന് പറഞ്ഞ് വേദ യാത്ര പോകുന്നു. അപ്പോൾ വിക്രം ആണെങ്കിലും ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വേദ ഓഫീസിലേക്ക് പോയ സമയം ഡോറൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. വിക്രം കുറച്ച് സമയം ബെഡിലിങ്ങനെ കിടന്നുകൊണ്ട് വേദയെക്കുറിച്ചുള്ള രാക്കിനാവായിരിക്കും കാണുന്നത്. അവർ ബീച്ചിൽ പോകുന്നതും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു തുടങ്ങുന്നതും അങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ട് രാക്കിനാവും കണ്ടിങ്ങനെ വിക്രം വളരെ സന്തോഷത്തിലിങ്ങനെ ബെഡിലിങ്ങനെ കിടക്കുകയാണ്.